കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. എൻ്റെ സ്വന്തം നാടായ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ വേമ്പനാട്ട് കായൽ. സോ ഇന്ന് ആ ബാക്കി കാണാനാണ് പാതിരാമണൽ. സോ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കുട്ടനാട് ജില്ലയിലെ വേമ്പനാട്ട് കായലും പാതിരാമണലും ഒക്കെയാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ നമ്മുടെ എല്ലാവരുടെയും ഈ നിത്യജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ രാജാ കേശവദാസ് വിഭാവന ചെയ്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രതിമ നമുക്കിപ്പോൾ ഇടത് ഭാഗത്തായി കാണാൻ പറ്റും. തകനീരം നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇടത് ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് എല്ലാ ദിവസവും 7:30 കൃത്യമായിട്ടും ഇതുവഴി കൈനഗിരി സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ പോകുന്ന ബോർഡിലൊക്കെ സ്ഥിരമായിട്ട് നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്നത് കുട്ടനാട് വേമ്പനാട്ട് കായലിൽ കൂടെയാണ്. അത് നമ്മൾ കുട്ടനാട് ബോട്ട് സർവീസിൻ്റെ ആലപ്പുഴ ബോട്ട് സർവീസിൻ്റെ വേഗ ബോട്ട് സർവീസ് എന്ന ഒരു പാക്കേജ് എടുത്തിട്ടാണ്. അതൊരു 400 റുപ്പീസിൻ്റെ ഒരു 4 hours ബോട്ടിംഗ് ജേണിയാണിത്, ഇൻക്ലൂഡിങ് ഫുഡ്. നമ്മൾ വേമ്പനാട്ട് കായലിലൂടെ ട്രാവൽ ചെയ്ത് പാതിരാമണൽ എന്ന ഐലൻഡ് വിസിറ്റ് ചെയ്ത് തിരിച്ച് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ തന്നെ വന്ന് എത്തും. സോ ഇതൊരു 4 hours ട്രിപ്പാണ്. നോർമൽ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് വിത്തിൻ ബഡ്ജറ്റ്. 400 റുപ്പീസാണ് പെർ ഹെഡ് വരുന്നത്, ഇൻക്ലൂഡിങ് ഫുഡ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യു ക്യാൻ ചെക്ക് ദിസ് ഔട്ട്. സോ ഇഫ് യു ആർ പ്ലാനിങ് to travel in a budget through Vemparan Kayal and to visit Pathiramanal Island, this is the best option. So do check it out and let's see the rest of the visuals. അങ്ങനെ
അടച്ചിട്ട് കയറ്. ആലപ്പുഴ ജില്ലയിലെ മൊഹമ്മ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള മൊഹമ്മ പഞ്ചായത്ത് ഏരിയയിൽപ്പെട്ട പാതിരാമണൽ എന്ന ദ്വീപാണിത്. ഇതിന് ഏകദേശം 50 ഏക്കറോളം വിസ്തൃതി ഉണ്ടെന്നാണ് അറിയുന്നത്. ഇവിടുത്തെ പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകുന്നു. കുമരകത്ത് വരുന്ന ടൂറിസ്റ്റുകളടക്കം ഇവിടെ വന്നു പോകുന്നതാണ്. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് ഇവിടെ സാധിച്ചിട്ടില്ല. റെഗുലർ CRZ പേര് പറഞ്ഞ് അങ്ങനെ വികസന പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും നല്ല രീതിയിൽ ഇവിടെ പ്രകൃതിയുടെ നാച്ചുറലായിട്ടുള്ള രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഏർപ്പെടുത്തിയാൽ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നു പോകുന്നതും അതിൻ്റേതായ വരുമാനം, അതിൻ്റേതായ വികസനം ഈ ദ്വീപിനും ഈ നാട്ടിലൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം.
കണ്ണുകളിൽ ആ പ്രകാശം നിങ്ങൾക്ക് 100 മാർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ സന്തോഷത്തോടെ ആപ്പിന്റെ ബോട്ടിന്റെ ബോട്ട് മാർഷൽ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. പെട്ടെന്ന് നമ്മുടെ അടുത്ത ബോട്ടിന്റെ സ്ഥാനം, അതായത് ബോട്ടിന്റെ ബോട്ട് ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ അനൂപ് സാറാണ്. നമ്മൾ ഈ കാഴ്ചകളോടെല്ലാം അടുപ്പിച്ച് കൊണ്ടുപോവുകയും ഈ യാത്രക്ക് യാതൊരു തട്ടുകേടും ഉണ്ടാകാതെ ഇത്രയും നമ്മൾക്ക് ജീവൻ അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അദ്ദേഹം ആ ജോലി ഇത്രയും കൃത്യവും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഈ സഹപ്രവർത്തകരോടൊപ്പം ജോലി ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾക്കും ഒരു ഭാഗ്യമാണ്. മിസ്റ്റർ അനൂപ് സാർ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് കൊണ്ടുപോകാം. എല്ലാവരും അദ്ദേഹത്തിന്റെ ജോലി വ്യാപകനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് നമ്മളെ വന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റാറുള്ളത്. ഇനി അടുത്ത ഒരാൾ കൂടെയുണ്ട്, ഡ്രൈവർ എന്നാണ്. ഇത്രത്തോളം പറഞ്ഞു തരുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളെ തരുന്ന ആ നികുതി പണത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ജോലി എന്തുവാണെന്ന് അറിയാൻ എനിക്ക് അവകാശങ്ങളുണ്ട്. അപ്പോൾ ഇതിന്റെ അടിയിൽ ഏകദേശം 8ഓളം കള്ളികളുണ്ട്. ഈ കള്ളികളിലാണ് നമ്മൾ ഇതിന്റെ വേണ്ടപ്പെട്ട എൻജിനും അതിന്റെ വൈദ്യുതി ഉപകരണങ്ങളൊക്കെ ഇരിക്കുന്നത്. നമ്മൾ പോലും ഒരുപക്ഷെ അറിഞ്ഞു കാണത്തില്ല. ഇതിന്റെ സൈഡിലൂടെയൊക്കെ ഒരാൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഊഴം കണ്ടു കാണും. ഇതിന്റെ പുറകെ ഒരു മാൻഹോളുണ്ട്. ആ മാൻഹോൾ വഴി അകത്ത് ചെന്ന് ഈ യന്ത്രങ്ങളൊക്കെ കൃത്യം സമയത്ത് കൃത്യമായ ഇടവേളയിൽ ചെന്ന് അത് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന ആളാണ് ഡ്രൈവർ എന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ആദരണീയം. ഇപ്പൊ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഏറ്റവും വേണ്ടപ്പെട്ടവരായ മിസ്റ്റർ അനിൽ സാറാണ്. അനിൽ സാർ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും ഹൃദയം തുറന്ന് ഇന്നത്തെ ഈ യാത്ര ഇത്രത്തോളം മധുര മനോഹരമാക്കുവാൻ വേണ്ടി നമ്മുടെ പാട്ടുകൾ പാടി അല്ലേ യാത്ര എത്രത്തോളം അദ്ദേഹത്തിന് പരിചയപ്പെടേണ്ട ആവശ്യമില്ല. മിസ്റ്റർ ഹേമേന്ദ്രൻ സാറാണ് ഈ യാത്രയുടെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ കണ്ണിൽ കാണുന്ന ഈ പ്രകാശത്തിന്റെ ഉടമ പുള്ളി തന്നെയാണ്. അപ്പോൾ ഹേമേന്ദ്ര പെട്ടെന്ന് ഒന്ന് വന്നിട്ട് പോവാം. ഹേമേന്ദ്ര സാർ വരുമ്പോൾ എല്ലാവരും തുറപ്പം കയ്യിലോട്ട് എടുക്കുക. അദ്ദേഹത്തിന് കൊടുത്തിട്ട് നമ്മൾ ആർക്കുമൊക്കെ ഇന്ന് നമുക്ക് ഉച്ചക്ക് ഭക്ഷണം തന്ന കുടുംബശ്രീ പ്രവർത്തകരുണ്ട്. നമ്മുടെ കൂടെ ആ ഭക്ഷണം പാചകം ചെയ്ത് ഒപ്പം സഞ്ചരിച്ച് നമുക്ക് വേണ്ട സമയത്ത് അത് വിളമ്പി തന്നെ നമ്മുടെ മനസ്സും അതുപോലെ തന്നെ വയറും നിറച്ചേർന്ന കുടുംബശ്രീ പ്രവർത്തകർക്ക് നമുക്ക് നല്ലൊരു കൈയടിച്ച് നിങ്ങൾ കുഴഞ്ഞ് എന്നാലും കുഴപ്പമില്ല, ഒരു കൈയ്യടി അടിക്കണം. അദ്ദേഹത്തിന്റെ പേര് സലാം എന്നാണ്. മറ്റാരും വരാൻ ഞാൻ ഒപ്പം തന്നെ ചില യാത്രകൾ അവസാനിക്കുമ്പോൾ ചെറിയ ഒരു നൊമ്പരത്തോടു കൂടിയേ ഞങ്ങളും ആ യാത്ര അവസാനിപ്പിക്കാറുണ്ട്.